രാവിലെ ഒരു ടീച്ചറാണ് കേട്ടോ, റിട്ടയറായ ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഓയിൽ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറഞ്ഞു. താരൻ്റെ പ്രശ്നമില്ല, നല്ല മുടി കൊഴിച്ചിലുണ്ട്. ആ കുട്ടി ISROയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു ബോട്ടിൽ എനിക്ക് വേണം സിന്ധയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ഓയിൽ വാങ്ങിച്ചിട്ട്, അപ്പോൾ ഓയിൽ വാങ്ങിച്ച് 2 മിനിറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ പേന് ഈര് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ആരുടെയും തലയിൽ ഈരും പേനൊന്നും ഇല്ല സിന്ധേ. ശരിയാണ്, ഈരും പേനൊക്കെ ഇപ്പം പണ്ടത്തെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോഴുള്ള ആൾക്കാർക്കാണെങ്കിലും ഈരും പേനും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയുന്നില്ല, വംശനാശം സംഭവിച്ചു പോയി ഈരിനും പേനിനും ഒക്കെ. പക്ഷേ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാർഡ് മെമ്പർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട്, സിന്ധേ ഞങ്ങളുടെ ഒരു നെയ്ബറിന് ഓയിൽ വേണം, അപ്പോൾ അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റത്തില്ല, ഒന്ന് വീട്ടിലെത്തിച്ച് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അതിനെന്താന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രീ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ കൊണ്ടുപോയി ഞാൻ കൊടുത്തിട്ടാ. അപ്പോൾ കൊടുത്തപ്പോൾ അതൊരു വലിയ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതെന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ തലയിൽ നിറയെ ഈരും പേനുമാണ്, അപ്പോൾ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോൾ ഉപയോഗിക്കട്ടാന്ന് പറഞ്ഞു. ഉപയോഗിച്ചിട്ട് അത് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ട്. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം കുട്ടികളുടെ തലയിലാണെങ്കിലും മുതിർന്നവരുടെ തലയിലാണെങ്കിലും ഈരും പേനും ഒക്കെ വളരെ കുറവാണ്. എല്ലാവരും ഹെയറൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, താരൻ നല്ലോണം ഉണ്ട്. പലരും ഈ പ്രശ്നം ചെറിയ രീതിയിലാണ് കാണുന്നത്. താരൻ നല്ലോണം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പലരും ഇത് പറയാണ്ടില്ലേ ഇതും വെച്ചുകൊണ്ട് നടപ്പാണ്. വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഷാമ്പിട്ട് തല കഴുകും. ഷാമ്പിട്ട് തല കഴുകുമ്പോൾ നല്ല കെമിക്കൽ അടങ്ങിയിട്ടുള്ള നല്ല വീര്യം കൂടിയ നല്ല അടിപൊളി ഷാമ്പൊക്കെ എനിക്ക് ഉപയോഗിക്കണം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും കൂടുകയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഷാമ്പു വല്ലപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ഞാൻ പറയും, ഷാമ്പു കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും താരൻ കുറയൊന്നുമില്ല കേട്ടോ. താരൻ പോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മൂകാംബിക കാച്ചിയെണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കും. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മാറും, താരനുണ്ടെങ്കിൽ മാറും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നു, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ശുദ്ധമായ ജലം അല്ലേ, നല്ല വെള്ളം കുടിക്കുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാച്ചിയെണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കെ.